കട്ട് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ഒരു പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട്. നോർമൽ പേപ്പർ ആണെങ്കിലും മതി. ഇനി നമുക്കിതിന് ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം. 20 സെൻറ്റിമീറ്റർ വരുന്നൊരു സ്ക്വയറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കവറാണ് എടുത്തിരിക്കുന്നത്. ഒരു ബ്രൗൺ കളറാണ്. ഇതിന് നമുക്കൊരു 50 സെൻറ്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയറും കൂടെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 വശത്തും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പാറ്റേൺസ് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനുള്ളിൽ ഒരു സ്ക്വയറും കൂടെ നമുക്ക് വരച്ചെടുക്കണം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ടൈം ടേബിളാണ്. നമുക്ക് ഡേറ്റും സബ്ജക്റ്റും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള കോളങ്ങൾ വരച്ചെടുക്കാം. ഒരു സൈഡിൽ 6 എണ്ണവും മറ്റേ സൈഡിൽ 9 എണ്ണമാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ സൈഡിൽ ഡേ ഒക്കെ എഴുതി കൊടുക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ പേപ്പറിലേക്ക് ഇനി ഒന്ന് ഒട്ടിച്ചെടുക്കാം. പശ വെച്ചാണ് ഞാൻ ഫെവിക്കോളാണ് ഞാൻ യൂസ് ചെയ്തത്. ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലായിട്ട് ടൈം ടേബിൾ എഴുതിയെടുക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പെൻസിലിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മാർക്കർ വെച്ച് ഞാൻ ഡാർക്കാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ടൈം ടേബിൾ എന്നുള്ള മൊത്തം ഡാർക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഡിസൈൻസൊക്കെ വേണം ചെയ്ത് കൊടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്